ഇന്നലത്തെ ഏറ്റവും ആവേശകരമായ വാർത്ത വൈകുന്നേരം നമ്മുടെ മുൻപിലേക്ക് വന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. SFI വീണ്ടും യൂണിയൻ നിലനിർത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. 5 ജനറൽ സീറ്റുകൾ 5ഉം ജയിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവിൽ 3-ൽ ഒരിടത്താണ് ജയിക്കാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ ജയിച്ചു. വയനാട് ടോസിലൂടെ UDSF സ്വന്തമാക്കി. കാസർഗോഡ് ഒറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ UDSF ജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മൊത്തം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 8 6 SFIയുടെ ജയം ഉറപ്പിച്ചത്. 2 മാത്രമാണ് UDSF ജയിക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും ചില മാധ്യമങ്ങൾ UDSF ആധിപത്യം എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് കാണാൻ കഴിഞ്ഞു. നോക്കൂ, എത്രമാത്രം മോശമായിട്ടാണ് ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ പറ്റുന്നതല്ല, തീർച്ചയായിട്ടും മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇന്നലെ ആ സർവകലാശാലയിൽ രാവിലെ മുതൽ എന്തൊക്കെയായിരുന്നു UDSFിൻ്റെ, പ്രത്യേകിച്ചും MSF KSU അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നലെ കണ്ടത്. അഴിഞ്ഞാടുകയായിരുന്നില്ലേ? SFI പ്രവർത്തകരെ മാരകമായി മർദ്ദിക്കുന്നു, തലയ്ക്ക് വരെ അടിയേൽക്കുന്ന സാഹചര്യം, ബസ്സുകളിൽ ആയുധങ്ങളുമായി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു, കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തടയുമ്പോൾ SFI പ്രവർത്തകർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിടുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നടക്കം SFI പ്രവർത്തകർക്ക് ഏറ്റവും മോശം പെരുമാറ്റം നേരിടേണ്ടി വരുന്നു. ഒക്കെ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതല്ലേ? അത് അവിടെ കൊണ്ട് അവസാനിച്ചോ? ഈ ജയത്തിന് ശേഷം വിജയാഹ്ലാദം നടത്തിപ്പോകുന്ന SFI പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ചു MSF. മാരകായുധങ്ങളുമായിട്ടാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. അതേസമയം വർഗീയ പ്രചരണം നടത്തി കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള MSFിൻ്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടിയാണ് വിദ്യാർത്ഥികൾ നൽകിയത്. നോക്കാം എന്താണ് കണ്ണൂരിൽ സംഭവിച്ചതെന്ന്. കണ്ണൂരിലെ വിദ്യാർത്ഥികളുടെ ആവേശത്തെക്കുറിച്ച് സംസാരിക്കാൻ സന്തോഷ് എന്നോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. ഇന്നലെ രാവിലെ മുതൽ സർവകലാശാലയിൽ നിന്ന് ഓരോ മിനിറ്റിലും സന്തോഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഈ 2 ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ കഷ്ടിച്ച് ഒരിടത്ത് ടോസിൻ്റെ ആനുകൂല്യത്തിലും ഒരിടത്ത് ഒരു വോട്ടിൻ്റെ ആനുകൂല്യത്തിലും ജയിച്ചു കയറിയപ്പോൾ ചില മാധ്യമങ്ങൾ UDSFിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്നതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ജയം, ഇന്നലത്തെ സർവകലാശാലയിൽ അഴിച്ചുവിട്ട അക്രമങ്ങൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വിജയാഹ്ലാദം നടത്തിയ SFI പ്രവർത്തകർക്ക് നേരെയും MSFിൻ്റെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടായല്ലേ? മനു, ഗുഡ് മോർണിംഗ്. മനു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ MSFന് ലഭിക്കുന്ന മാധ്യമ പിന്തുണ കണ്ട് അത്ഭുതപ്പെട്ടു പോയ ഒരാളാണ് ഞാനും. ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് SFIയുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ കൂടെ മാധ്യമങ്ങളെ ഒന്നും കാണാനില്ല. പകരം ഒരു സീറ്റിൽ കാസർഗോഡ് വിജയിച്ച, അല്ലെങ്കിൽ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം വിജയിച്ച MSFിൻ്റെ ആഹ്ലാദ പ്രകടനത്തിന് കൂടെയായിരുന്നു മാധ്യമങ്ങളെല്ലാം അണിനിരുന്നത്. വയനാട്ടിലാകട്ടെ ടോസിലൂടെ തുല്യത SFIയും UDSFും തുല്യത പാലിക്കുകയും നറുക്കെടുപ്പ് നടത്തിയാണ് ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ജയിച്ചത്. ഇത് ആദ്യമായൊന്നുമല്ല ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് UDSF കണ്ണൂർ സർവകലാശാലയിൽ ജയിക്കുന്നത്. 2014 വയനാട് സീറ്റിൽ, ഈ എക്സിക്യൂട്ടീവ് സീറ്റിൽ UDSF വിജയിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ പ്രചരണം നടത്തിയതാകട്ടെ ചരിത്രത്തിൽ ആദ്യമായി 26 വർഷത്തിന് ശേഷം കണ്ണൂരിലെ SFIയുടെ ആധിപത്യമെല്ലാം തകർത്തുകൊണ്ട് UDSF വിജയം നേടി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാമാണ് ഇന്നലെ നടത്തിയത്. മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പിന്തുണയാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചെറിയ നേരിയ വിജയത്തിന് UDSFന് MSFന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ചില ഈ വസ്തുതകൾ കൂടിയുണ്ട്. അതായത് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ കാസർഗോഡ് ഉൾപ്പെടെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഈ UDSFന് അല്ലെ MSFന് വിജയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഈ UUCകളുടെ എണ്ണം നിശ്ചയിക്കുമെന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ 2 UUCകളാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ 90-100 കുട്ടികൾ പഠിക്കുന്ന അറബിക് കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു UUC ഉണ്ട്. അത്തരത്തിൽ സ്വാശ്രയ കോളേജുകൾ ഈ രീതിയിൽ പെരുകുന്നത് അനുസരിച്ച് ഉണ്ടാകുന്ന ഈ ഒരു വ്യതിയാനങ്ങൾ ഭാഗമായി കൂടിയാണ് ഈ കാസർഗോഡ് ജില്ലയിലെല്ലാമുള്ള ചില കോളേജുകളിൽ അവിടെ SFIക്ക് ഈ പറയുന്ന രീതിയിൽ 90-100 കുട്ടികൾ പഠിക്കുന്ന ചില കോളേജുകളുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ലീഗിന് സ്വാധീനമുള്ള മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ അവരുടെ ആധിപത്യത്തിൽ ധാരാളം സ്വാശ്രയ കോളേജുകൾ വരുന്നു. ഈ പറയുന്നത് പോലെ 300-400 കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് UUCകൾ വരുന്നു. അവിടെ SFIക്ക് ഒന്നും ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. അവിടെ ലീഗ് പറയുന്നയാളെ UUC ആയി പറഞ്ഞുവിടുന്ന സ്ഥാപനങ്ങളാണ്. അത് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലടക്കം ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ അവർ ധാരാളമായി ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവ് പലപ്പോഴും നേടാൻ കഴിയുന്നത്.
തീർച്ചയായും അതുതന്നെയാണ്. അതിൽ ആഹ്ലാദിക്കാനോ വിജയിക്കാനോ ഉള്ള ഒരു സ്കോപ്പുമില്ലെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ മുന്നേറ്റവും MSF കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അത് മാധ്യമങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുക്കുന്ന ഒരു നേട്ടം മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നലെ കണ്ണൂർ സർവകലാശാലയിൽ എന്താണ് കണ്ടത്? യഥാർത്ഥത്തിൽ MSFന്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന് ആളുകളെല്ലാം പോലീസ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നലെ കണ്ണൂർ സർവകലാശാലയിലെത്തി സംഘർഷമുണ്ടാക്കിയത് കൂടുതലും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. അതിൽ MSF പ്രവർത്തകർ കുറവാണ്. യൂത്ത് ലീഗിൻ്റെ പല ഭാരവാഹികൾ ഉൾപ്പെടെയായിട്ടുള്ള ആളുകളാണ് ഇന്നലെ ഈ കണ്ണൂർ സർവകലാശാലയിൽ ബസ്സുകളിലും വാഹനങ്ങളിലും എത്തി SFIയുടെ കുട്ടികളെ ആക്രമിക്കുന്ന സ്ഥിതി ഇന്നലെ ഉണ്ടായത്. മാത്രമല്ല, ഇപ്പോൾ MSF ആകട്ടെ പല സ്ഥലത്തും അവർ വലിയ സഖ്യമാണ്. അതായത് UDF സഖ്യം എന്ന് പറയുന്നത് പണ്ടുള്ളതുപോലെ KSUവും MSFും മാത്രം ചേരുന്നതില്ല. അതിനൊപ്പം SDPI ഉണ്ട്, അതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഈ വലിയ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയാണ് ക്യാമ്പസുകളിൽ ഈ പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ സർവകലാശാലയിലും അത് തന്നെയാണ് കണ്ടത്. MSFന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം, വിദ്യാർത്ഥികളെ ഈ മതപരമായി ഭിന്നിപ്പിച്ച് വോട്ട് നേടാനുള്ള ഒരു ശ്രമമാണ് MSF നടത്തിയത്. പക്ഷേ കനത്ത തിരിച്ചടിയാണ് കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഈ ഒരു നീക്കത്തിന് നൽകിയത്. വലിയ വിജയം. വീണ്ടും മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI തിരഞ്ഞെടുപ്പ് നേരിട്ടത്. ആ മുദ്രാവാക്യമാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം SFIക്ക് നേടാൻ കഴിയുകയും ചെയ്തത്. ഇന്നലെ തിരഞ്ഞെടുപ്പിൻ്റെ പകൽ മുഴുവൻ സംഘർഷമുണ്ടാക്കിയ MSF പ്രവർത്തകർ ഇന്നലെ വൈകുന്നേരം രാത്രി ഈ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു പോവുകയായിരുന്ന SFI പ്രവർത്തകരെ വീണ്ടും മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിച്ചു. SFI പ്രവർത്തകർ കണ്ണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം SFI പ്രവർത്തകർക്ക് ഇന്നലെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ വലിയ ഒരു സംഘർഷമുണ്ടാക്കുക, മാധ്യമങ്ങളിൽ ഈ രീതിയിൽ ഇടം പിടിക്കുക, തെറ്റായ പ്രചരണങ്ങൾ നടത്തുക, ആ രീതിയിലുള്ള രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് MSF എല്ലാം തന്നെ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ KSUവിൻ്റെ പല UUCമാരും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല. അതുകൊണ്ടാണ് മേജർ സീറ്റുകളിൽ ഈ SFIക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. MSFും KSUവും തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. KSUവിന് പല UUCമാരും ഇന്നലെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. SFIയുടെ ഒരു വനിതാ കാൻഡിഡേറ്റിനെ സന്തോഷ്, അത് എന്നെ അത്ഭുതപ്പെടുത്തിയ, സത്യത്തിൽ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വനിതാ കാൻഡിഡേറ്റിനെ മാധ്യമ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുന്നൊരു നടപടി, ഒരു പെൺകുട്ടിയെ അതിന് പോലീസും കൂട്ടുനിന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ആ പെൺകുട്ടിയെ ഹറാസ് ചെയ്തുകൊണ്ട്? ഇതൊക്കെ ചോദിക്കാൻ ഇവരാരാണ്? ഈ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരാണ് അവകാശം കൊടുത്തത്? തീർച്ചയായും ഇന്നലെ ആ കുട്ടിക്ക് നേരെ ഉണ്ടായത്, SFIയുടെ ഒരു വനിതാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് തീർത്തും മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് അവിടെ കൂടി നിന്ന ആളുകളെല്ലാം കണ്ടതാണ്. അതിന് നേതൃത്വം നൽകിയത് MSF ആണ്. ഈ MSFന്റെ ആരോപണം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിയെ വലിയ കുറ്റവാളി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ചെയ്തത്. പോലീസും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു നിലയാണ് ഇന്നലെ എടുത്തത്. ഈ പെൺകുട്ടിയെ പോലീസ് 5-8ഓളം വരുന്ന ആളുകൾ പല രീതിയിൽ, ഈ ഒരാളാണെങ്കിൽ കൈ വട്ടത്തിൽ ചുറ്റിപ്പിടിച്ച, മറ്റൊരാൾ 2 കൈകൾ പിടിച്ചുകെടുത്ത് കഴുത്തിന് വട്ടം പിടിച്ച്, അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ പ്രദർശിപ്പിക്കുന്നത് പോലെയാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? MSF ഒരു പരാതി നൽകുന്നു. ഈ പെൺകുട്ടി ഒരു ബാലറ്റ് പേപ്പർ എടുത്ത് ഓടിപ്പോകുന്നത് കണ്ടു എന്നുള്ളതാണ് പരാതി. ആ പരാതി അതേപടി വിശ്വസിച്ച പോലീസ് ആ പെൺകുട്ടിയെ, അത് സ്ഥാനാർത്ഥി കൂടിയാണ്, SFIയുടെ ഇന്നലെ വിജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്, ആ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചു വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിക്കുന്നു. മാധ്യമങ്ങളാകട്ടെ കൃത്യമായിട്ട് അതിൻ്റെ വസ്തുത പോലും അന്വേഷിക്കാതെ വലിയ ബിഗ് സ്ക്രീനിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ കൊടുത്ത് പരസ്യ വിചാരണ നടത്തുന്ന ഒരു വളരെ ഖേദകരമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. ഏതായാലും SFI അതിനെതിരെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെതിരെ SFI പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് SFI നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കണ്ണൂർ സർവകലാശാല വീണ്ടും 26ാം വർഷവും കണ്ണൂർ സർവകലാശാലയിൽ SFIയുടെ ഒരു വ്യക്തമായിട്ടുള്ള മേധാവിത്വമാണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്തും ഉണ്ടായത്. കണ്ണൂരിലെ ക്യാമ്പസുകളിൽ, കണ്ണൂരിലെയും കാസർഗോഡെയും വയനാടെയും ക്യാമ്പസുകളിൽ SFI തന്നെയാണ്, SFI മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് തന്നെയാണ് വിദ്യാർത്ഥികൾ പിന്തുണ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു സമഗ്രാധിപത്യം SFIയുടെ വീണ്ടും തെളിയിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇന്നലെ നടന്നത്. മനു. ഓക്കെ, താങ്ക് യു എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. എന്താണ് കണ്ണൂർ സർവകലാശാലയിൽ സംഭവിച്ചത് എന്നതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷിലൂടെ നമ്മൾ കേട്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കൂ, 8 സീറ്റുകൾ, 5 ജനറൽ സീറ്റ്, പിന്നെ 3 ജില്ലാ എക്സിക്യൂട്ടീവ്, ആ 8 സീറ്റുകൾ ഒരുമിച്ചെടുക്കാം നമുക്ക്. അതിൽ ഏറ്റെടുത്ത് 5 ജനറൽ സീറ്റുകളും SFI ജയിക്കുന്നു, ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റും ജയിക്കുന്നു. അപ്പോൾ എത്രയായി? 6. മറുഭാഗത്ത് UDSFന് കിട്ടിയത് എന്താണ്? വയനാട് ടോസിലൂടെ UDSFന് കിട്ടുന്നു. അവിടെ വയനാട്ടിൽ UDSFും SFIയും ഒരുപോലെ വരുന്നു, ടോസ് ഇടുന്നു. ടോസ് ഇടുമ്പോൾ അത് UDSFന് കിട്ടുകയാണ്. കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് 1
വോട്ടിന് UDSF-ന് കിട്ടുന്നു. അപ്പോൾ മൊത്തം 8 സീറ്റിൽ 6 SFIക്കും 2 UDSF-നും. എന്നിട്ട് മാധ്യമങ്ങൾ പറയുന്നു 2 സീറ്റ് കിട്ടിയ UDSF ആണ് ജയിച്ചതെന്ന്. 6 2 വലുത്? നമ്മളൊന്ന് ഒരു മിനിമം കോമൺ സെൻസോടെ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ലേ? എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല 2 തന്നെയാണ് വലുതെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട ഒരു കുഴപ്പം തന്നെയാണ് എന്ന് മാത്രമേ നമുക്ക് ആ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഏതായാലും നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുമാണ്. കാരണം ഇതിൽ അത്തരം മോശമായ സംഭവങ്ങളാണ് അവിടെ ആ കുട്ടികൾക്ക് നേരിടേണ്ടി വന്നതും